ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വിവോ V20 ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തി വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിവോ V20 എന്ന് പറഞ്ഞ മോഡലിൻ്റെ അൺബോക്സിങ്ങിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ V20 എന്ന് പറഞ്ഞ മോഡൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. വിവോയുടെ ലോഗോ ഇവിടെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് കവറിൽ. പിന്നെ കവറിൻ്റെ ഇവിടെയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സാർ വാല്യൂ നോക്കുമ്പോൾ 0.89 ഹെഡിനും 0.49 ബോഡിക്കുമാണ്. നമ്മളിരിക്കുന്ന കളറ് 8GB 128GB വേരിയൻ്റാണ്. മിഡ് നൈറ്റ് ജാസ് എന്ന് പറഞ്ഞ കളറാണ്. ഇതിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്ക് 27,990 രൂപയാണ് ഇതിൻ്റെ വില. നമുക്കിത് 25 രൂപയ്ക്കാണ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ കവറിൽ കൊടുത്തിട്ടുള്ളത് 44 MB ഐ ഓട്ടോ ഫോക്കസ് ക്യാമറ, അൾട്രാ സ്ലീക്ക് മെയ്റ്റ് ഗ്ലാസ്, 64 MB നൈറ്റ് ക്യാമറ, സ്നാപ്ഡ്രാഗൺ 720G. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് ഈ കവറിലൊന്നുമില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വീണ്ടും വിവോ V20 എന്ന് പറഞ്ഞ V20 എന്ന് എഴുതിയിട്ടുള്ള ലോഗോ കാണാം. നമുക്കിത് എടുക്കാം. ഇതിനുള്ളിൽ ഇതിൻ്റെ ബാക്ക് കേസ് ആണെന്ന് തോന്നുന്നു. ഇതിനുള്ളിൽ വേറൊന്നുമില്ല, അങ്ങോട്ട് മാറ്റിയിരിക്കട്ടെ. ഇതിനുള്ളിൽ വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ചെറിയൊരു ബുക്ക് പോലെ ഒരു ഇതാണ്. അതങ്ങോട്ട് മാറ്റി വെക്കാം. നല്ലൊരു കേസ് ഇതിനോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ V20. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ഫോണ്. ഇത് നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഇത് ഓണായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കേസിൽ ബാക്കി എക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ചാർജർ ഉള്ളത് 5V 2A ചാർജറാണ്. ഓക്കെ, അപ്പം നല്ല പെട്ടെന്ന് തന്നെ ചാർജ് കയറും, ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ USB Type C പോർട്ടാണ് വരുന്നത്. USB Type C ആണ് വരുന്നത്. ഇതിന് നല്ലൊരു ഹെഡ്ഫോണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കേസിൽ ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ മൊബൈലൊന്ന് നോക്കാം. V20 സാധാരണ വിവോ ഫോണുകളിലുള്ളത് നോട്ടിഫിക്കേഷൻ നമ്മൾ താഴെ നിന്നായിരുന്നു ഇതായി വരുന്നത്. ഇപ്പം നമുക്ക് ഈ മോഡലിൽ വരുന്നത് മുകളിൽ നിന്നാണ് നമുക്ക് സാധാ നോർമലുള്ള നേരത്തെയുള്ള ഫോണുകളിലൊക്കെ വിവോ മോഡലല്ല, വേറെ ഫോണുകളിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു ഇൻ്റർഫേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, മൈക്ക്, USB Type C പോർട്ട്, സ്പീക്കർ. ഇത്രയുമാണ് ഇതിൻ്റെ താഴ്വശം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിം എജക്ടർ. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ നമുക്ക് മെമ്മറി കാർഡും 2 സിം യൂസ് ചെയ്യാം. ഇത് ഇവിടെയാണ് സിമ്മും മെമ്മറി കാർഡും നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ നോയിസ് ക്യാൻസലേഷൻ മൈക്കുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ ലോക്ക് ബട്ടണും. വേറെ ഇതിന് പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക പിന്നെ സ്പീക്കർ കുറച്ച് ഏരിയ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് സ്പീക്കറിൽ.
പിന്നീട് ഇത് നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. നോച്ച് ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്. പിന്നീട് ഈ ഫോണിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവോയുടെ ഒരു ലോഗോ ഇവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉള്ള ഒരു വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളറ് മിഡ് നൈറ്റ് ജാസ് ആണ്. ഈ കളറാണ് മിഡ് നൈറ്റ് ജാസ് എന്ന് പറഞ്ഞ കളറ്. താഴ്വശം ഈ ഒരു ഭാഗത്തായിട്ട് ഏകദേശം ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സിൽവർ പോലത്തെ ഒരു കളറാണ് വരുന്നത്. ഇതാണ് മിഡ് നൈറ്റ് ജാസ് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ മൊത്തത്തിൽ 3 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്ലാഷാണ് ഈ കൊടുത്തിരിക്കുന്നത്, LED ഫ്ലാഷ്. ഇതാണ് ഈ ഫോൺ. ഞാൻ വാങ്ങിയപ്പോൾ ഒന്ന് അൺബോക്സിങ് ചെയ്തതെന്നേ ഉള്ളൂ. ഇത് കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ കൂടുതൽ റിവ്യൂ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഉള്ള വേരിയൻ്റ് 8GB 128GB ആണ്. ഈ ഫോണിൻ്റെ പുറകിലത്തെ ക്യാമറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ക്യാമറകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മെയിൻ ക്യാമറ 64, 8.2 എന്നിങ്ങനെ 3 ക്യാമറകളാണ് ഇവിടെ ഇതിൻ്റെ പുറകിലായി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ക്യാമറ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുക. ഇത് LED ഫ്ലാഷാണ്. ഇത് 4000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പക്ഷേ ഇത് ഞാൻ കയ്യിലെടുത്തിട്ട് വെയിറ്റ് വളരെ കുറവാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല വെയിറ്റ്. നമുക്ക് സാധാരണ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ആൾ ഈ ഫോൺ എടുക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് VIVO V15 Pro ആയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ അതിൽ നിന്നും വെയിറ്റ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കാം. ഫ്രണ്ട് ക്യാമറ 44 MB ആണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഈ നോച്ചിനുള്ളിലായിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇതിന് സ്ക്രീനിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് ഒട്ടിച്ചാണ് ഇത് ഇൻബിൽറ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇതിപ്പം സാധാരണ നമുക്ക് പോപ്പപ്പ് ക്യാമറയുണ്ട്. ഇത് നോച്ച് ആയതുകൊണ്ട് തന്നെ നോച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പം ഒന്നുകൂടെ നല്ല യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു ഫോണായിരിക്കും ഇത്. പിന്നീട് ഇതിൻ്റെ ഒരു ഇഞ്ച് വരുന്നത് 6.44 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോളായിട്ട് ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം ചേർത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. ലൈക്കും പിന്നെ ഷെയറും ഒക്കെ ചെയ്തേരെ. അപ്പം നമുക്ക് അടിപൊളി വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.